സൊസൈറ്റി അങ്കണത്തിലാകും. നിങ്ങളേവരുടെയും മകനീയ സാന്നിധ്യം സാഗരം ശ്രമിക്കുകയാണ്. ദേവരാജങ്ങളുടെ നാട്ടിൽ ദേവരാജൻ മാസ്റ്റർക്ക് മ്യൂസിയം ആൻഡ് പഠന ഗവേഷണ കേന്ദ്രം ഒരുങ്ങിക്കഴിഞ്ഞു. ഉച്ചത്തിൽ മേടിക്കൊല്ലേ നീ എൻ്റെ ഹൃദന്തമേ, സ്വച്ഛ ശാന്തമെന്നോമൽ മയങ്ങിടുമ്പോൾ. ഉച്ചത്തിൽ മേടിക്കൊല്ലേ നീ എൻ്റെ ഹൃദന്തമേ, സ്വച്ഛ ശാന്തമെന്നോമൽ മയങ്ങിടുമ്പോൾ. എത്രയോ ദൂരമെന്നോടൊപ്പം നടന്ന പദപത്മങ്ങൾ തരളമായി ഇളവേൽക്കുമ്പോൾ. ആരാട്ടിൻ അനുയാത്ര നിദ്രതൻ പടിവേരെ താമരമലർമേഴി അടയും വരെ. മലയാള ചലച്ചിത്ര നാടക സംഗീതത്തിൽ തനതായ മുദ്ര പതിപ്പിച്ച കേരളത്തിലെ ഏറ്റവും മികച്ച സംഗീത സംവിധായകരിൽ ഒരാളായിരുന്നു നമ്മൾ സ്നേഹത്തോടെ മാസ്റ്റർ എന്ന് വിളിക്കുന്ന പരവൂർ ജി ദേവരാജൻ മാസ്റ്റർ. 1927 കൊല്ലം ജില്ലയിലെ പരവൂരിലാണ് മാസ്റ്റർ ജനിച്ചത്. ചെറുപ്പം മുതലേ അദ്ദേഹത്തിന് ശാസ്ത്രീയ സംഗീതത്തിൽ അതീവ താൽപ്പര്യമുണ്ടായിരുന്നു. പിന്നീട് 1950-60 കാലഘട്ടത്തിൽ വയലാർ രാമവർമ്മ, ONV കുറുപ്പ്, P ഭാസ്കരൻ തുടങ്ങിയ ഗാനരചയിതാക്കളോടൊപ്പമാണ് മാസ്റ്റർ സംഗീത സംവിധാനത്തിൽ തിളങ്ങിയത്. പ്രത്യേകിച്ച് ദേവരാജൻ വയലാർ കൂട്ടുകെട്ട് മലയാള സിനിമയിലെ ഇതിഹാസമായി കണക്കാക്കപ്പെടുന്നു. എത്ര തലമുറകൾ കഴിഞ്ഞാലും ഈ ഗാനങ്ങൾക്ക് മരണമില്ല എന്ന് നിസ്സംശയം പറയാം. 300-ലധികം മലയാള സിനിമകൾക്കും എണ്ണമറ്റ നാടക ഗാനങ്ങൾക്കും ഭക്തിഗാനങ്ങൾക്കും അദ്ദേഹം സംഗീതം നൽകി. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ശ്രുതിമധുരം മാത്രമല്ല, സമൂഹത്തിന് ഒരു സന്ദേശം കൂടി നൽകുന്നവയായിരുന്നു. പൊന്മുടി പുഴയുടെ അനുജത്തി നമുക്കൊരേ പ്രായം, നമുക്കൊരേ മോഹം, നമുക്കൊരേ ദാഹം, പൂന്തേനരുവി. ഇന്ത്യൻ രാഗങ്ങളുടെ സത്ത ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഒരു സാധാരണക്കാരൻ്റെ ഹൃദയത്തെ ആഴത്തിൽ സ്പർശിക്കുന്നവയായിരുന്നു അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ. സംഗീത സ്നേഹികളെയാകെ തീരാ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് 2006 മാർച്ച് 15 അദ്ദേഹത്തിൻ്റെ 78-ാം വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. എങ്കിലും അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ഒരു നിധിയായി മലയാളികൾ കൊണ്ടു നടക്കുന്നു. പരവൂർക്കാരുടെ ഒരു വികാരം തന്നെയാണ് ദേവരാജൻ മാസ്റ്റർ. അതുകൊണ്ട് തന്നെയാണ് മാസ്റ്ററുടെ സ്വന്തം നാട്ടിൽ വരും തലമുറയ്ക്ക് കൂടി ഓർമ്മിക്കപ്പെടുന്ന തരത്തിൽ ഒരു മ്യൂസിയവും പഠനകേന്ദ്രവും തുറക്കാൻ തീരുമാനിച്ചത്. പരവൂരിലെ കലാ സാംസ്കാരിക സംഘടനയായ ഫാസാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്. മാസ്റ്ററുടെ പ്രിയപത്നി ഈ മ്യൂസിയം അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ സെപ്റ്റംബർ 27 നാടിനായി സമർപ്പിച്ചു. ഒന്നിനെ ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ. രാവും പകലും ഇണചേരുന്ന സന്ധ്യയുടെ സൗവർണ്ണ നിറമൂല്യം നീ മുഖം നോക്കി. രാവും പകലും ഇണചേരുന്ന സന്ധ്യയുടെ സൗവർണ്ണ നിറമൂല്യം ഈ മുഖം നോക്കി. കാലത്തിൻ കണികയാമി ഒരു ജന്മത്തിൻ്റെ ജാലകത്തിലൂടെ വരതയെ നോക്കി ഞാനിരിക്കും
എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ആയിരുന്നു ഇരുന്നിരുന്നത്, അവാർഡുകളും എല്ലാ കാര്യങ്ങളും. പക്ഷേ പരവൂര് അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലത്ത് തന്നെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് അതെല്ലാം ഒരു മ്യൂസിയം മാതിരിയാക്കാനായിട്ട് പരവൂർ ഫാസ് എന്ന് പറഞ്ഞ ഒരു അസോസിയേഷന് അവരാണ് മാസ്റ്ററുടെ ഒരു പ്രതിമ അവിടെ ഉണ്ട്. അവിടെ തന്നെ എല്ലാ വർഷവും അവർ എല്ലാ പ്രോഗ്രാം എല്ലാം നടത്തും, എല്ലാവർക്കും ആഹാരം കൊടുക്കും. അപ്പം ഞാനും വിചാരിച്ചു അദ്ദേഹം ജനിച്ചു വളർന്ന നാടാണല്ലോ, അപ്പം പരവൂര് തന്നെ ഇരിക്കട്ടെ, നല്ലതാണല്ലോ എന്ന് ഞാനും വിചാരിച്ചു. അതുകൊണ്ട് ഇപ്പം നമ്മുടെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വലിയ കൂടുതൽ സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല. ചിന്മുദ്രം സത്സമാധിം സുകൃതിമനമനോ മന്ദിരം സുന്ദരാംഗം ചാന്തം ചന്ദ്രാവതംസം ശബരിഗിരിവരോ തുംഗപീഠേ നിഷണ്ണം ചിന്താരത്നാഭിരാമം ശ്രുതിവിനുതപദാംഭോരുകം ഭൂതനാദം ശ്രീഭൂതനാദം ഭൂതനാഥം. ഈ ഗാനം മോഹനം രാഗത്തിലുള്ളതാണ്. മോഹനം രാഗത്തിൽ ഞാൻ ഏകദേശം 32 പാട്ട് ചെയ്തിട്ടുണ്ട്. ദേവദാരു പൂത്തനാളൊരു അത് മോഹനത്തിലാണ്. സ്വർഗപുത്രി നവരാത്രി അത് മോഹനത്തിൽ. അങ്ങനെ ഒരു 32 പാട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പാട്ടിനെ പോലെ മറ്റൊരു പാട്ട് ഇരിക്കരുത് എന്ന് മനഃപൂർവ്വം ആഗ്രഹിച്ചുകൊണ്ട് തന്നെ റേഞ്ചസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ ഒരു ഗാനമാണ് ഈ നീലാംബുജങ്ങൾ. ആദ്യമായിട്ട് ദേവരാജ മാഷെ കാണുമ്പോൾ രസമുള്ള കഥയാണ്. ദേവരാജ മാഷെ കാണാൻ പോകുമ്പോൾ മദ്രാസിൽ ചെന്ന് കള്ളവണ്ടി കയറി പോയതാണ്. എന്ന് പറഞ്ഞാൽ വീട്ടിൽ പറയണ്ട്, പരീക്ഷയ്ക്കൊന്നും പോയില്ല, സ്കൂളൊന്നും പോയില്ല, അതിനൊഴിവില്ല, പരിപാടിയാണ്. അങ്ങനെ ചെന്ന് മുറിയിൽ ഇങ്ങനെ ഞാൻ രണ്ടാളുണ്ട്, ഡോറ് മുട്ടിപ്പോൾ ഒരാൾ ഇങ്ങനെ ഒരു കയ്യുള്ള വിനയായിട്ട് ഇങ്ങോട്ട് വന്നു. ആ വിദ്യാധരൻ, വേണുഗോപാൽ, അതെ ഇരിക്കുക ഇരുന്നു. ദേവരാജൻ പുറത്ത് പോയിരിക്കുക, ഞാൻ റൂമിൽ താമസിക്കുന്ന ആളാണ്. ഓ അത് നിരാശ ചെയ്യാം, ഇരിക്കുമോ എന്ന് പറഞ്ഞു ഇരുത്തി. എന്നിട്ട് ഇങ്ങനെ എന്തൊക്കെയാ ആരൊക്കെയാ എന്നൊക്കെ ചോദിച്ച് കുറേ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയതൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ ഇയാൾ പാടുമോ, ഒരു പാട്ട് പാടാമോ ചോദിച്ചു. അപ്പോൾ ഞാൻ ഈ പാടാന്ന് പറഞ്ഞു. ഞങ്ങൾ പഴക്കായി അങ്ങോരല്ലോ പാടാന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ മഞ്ഞ ഒരു ഷീറ്റ് ഇങ്ങനെ പുതച്ചിട്ട് ഒരു കവറ് ടവലും പുതച്ചിട്ട് വെട്ടിയിരിക്കുന്നു ഹാർമോണിയം. ആ ഹാർമോണിയം വായിക്കുമോ? കുറേശ്ശെ വായിക്കും പറഞ്ഞു. എന്നാൽ എടുത്തോളൂ എന്ന് പറഞ്ഞു. എടുത്തു കൊണ്ടുവച്ചിട്ട് കണവണാന്നൊക്കെ കുറേ വായിച്ചു. വായിച്ചു കഴിഞ്ഞിട്ട് പാടൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പാടുന്ന പാട്ട് ഞാൻ ഉണ്ടാക്കിയ പാട്ടാണ്. 62 ഞാൻ കമ്പോസ് ചെയ്ത പാട്ടാണ് അവൻ പാടുന്നത്. അത് ഭയങ്കര രസമാണ്. ഒരു നാടകത്തിന് വേണ്ടി ചെയ്താണ്. പാടി. ആ ഇയാൾ പാടും. അപ്പോൾ ഞാനും ഒരു പാട്ട് പാടി. ചിലപ്പോൾ ടി നഗറിലൊരു സ്ഥലത്ത് പോകുന്ന പറഞ്ഞത്. അപ്പോൾ ദേവൻ വരുമ്പോൾ നേരം വൈകും, ഞാൻ പറഞ്ഞേക്കാം നിങ്ങൾ പൊക്കോളൂ എന്ന് പറഞ്ഞു. നിരാശരായിട്ട് അവിടെ ഇറങ്ങി പോന്നു. ഇതൊക്കെ കഴിഞ്ഞ് പെട്ടിയൊക്കെ ഒതുക്കി അവിടെ വെച്ചു. പിന്നെ ഞങ്ങൾ മാഷ കാണാൻ പറ്റില്ലല്ലോ, എന്തൊരു കഷ്ടത്. എന്തായാലും നാളെ വരില്ലോ, നാളെ 5 മണിക്ക് വരുമ്പോൾ നമുക്ക് കാണാമല്ലോ എന്ന് പറഞ്ഞു. കേരള സമാജത്തിൽ 5 മണിക്ക് ക്ഷണമുണ്ട്. അങ്ങനെ യാത്രയായി 4 മണി 4:30 അവിടെ ചെന്നു. അപ്സ്റ്റെയറിലാണ് റിഹേഴ്സൽ. അപ്പോൾ ആലപ്പി സൂടാനന്ദൻ, സി ആൻഡോ, റഹ്മാൻ, പിന്നെ മച്ചാട് വാസന്തി, അങ്ങനെയുള്ള ഒരുപാട് പാട്ടുകാർ, ഒരു 10-12 ആൾക്കാർ അവിടെ ഉണ്ട് കോർസ് പാടാനായിട്ട് പഠിപ്പിക്കാൻ. അങ്ങനെ 5 മണിക്ക് 2-4 മിനിറ്റ് 5 മിനിറ്റ് കട്ടുള്ളപ്പോൾ
ദേവരാജൻ വന്നു കേട്ടോ എന്ന് ഒരാൾ വന്നു. പറഞ്ഞു. വന്നോട് എവിടെ താ പറഞ്ഞു ആ അംബാസഡർ കാറിൽ ഇറങ്ങി എവിടെ താ പറഞ്ഞു അയ്യോ എന്ന് പറഞ്ഞോട്ടോ ഓട്ടാ പെണ്ണിന് ഇന്നലെ കണ്ടാടാ ഈ കണ്ട വിഡിതങ്ങൾ മുഴുവൻ ചെയ്ത് പറഞ്ഞ ആളാണ് ആ വരുന്നത്. അത് വരെ അങ്ങനെ പറ്റിക്കലിൽ പെട്ടു. ധ്യായേത് ആനന്ദകന്ദം പരമഗുരുവരം ജ്ഞാനദീക്ഷാ കടാക്ഷം ചിന്മുദ്രം സത്സമാധിം സുകൃതിമനമനോ മന്ദിരം സുന്ദരാംഗം ശാന്തം ചന്ദ്രാവതംസം ശബരിഗിരിവരോ തുംഗപീഠേ നിഷണ്ണം ചിന്താരത്നാഭിരാമം ശ്രുതിവിനുതപദാംഭോരുകം ഭൂതനാദം ശ്രീഭൂതനാദം ഭൂതനാഥം ഓം ഓം ഓം